കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് നമുക്കിത് അനന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം വേറൊന്നുമില്ല, നമുക്കിത് ഈ കാണുന്ന സ്ഥലത്ത് നമുക്കൊരു 1000-ൻ്റെ ഒരു ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അതായത് 1000-ൻ്റെ സമ്പ് ടാങ്കാണ് കേട്ടോ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റായിട്ട് വെള്ളം കയറാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഒരു 1000-ൻ്റെ ഒരു ടാങ്ക് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനിപ്പോൾ ഇവിടെ ടാങ്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ ലൈന് കൊണ്ടുപോകേണ്ടതെന്ന് പറയുമ്പം ഈ കാണുന്ന നമ്മൾ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ നമുക്ക് അവിടെ 2 ടാങ്ക് ഇരിപ്പുണ്ട്. അതിലേക്കാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സുപ്രീമിൻ്റെ ടാങ്കാണ് കേട്ടോ. 1000-ൻ്റെ സുപ്രീമിൻ്റെ ടാങ്ക് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൂടെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വി ഗാർഡിൻ്റെ ഒരു 1.5 HP മോട്ടറാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 യൂണിയനിലായിട്ട് നമുക്ക് സംഭവം ഇവിടെ ഉണ്ടായിരുന്നൊരു മോട്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് പിടിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മോട്ടറിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ 2 1 ഇഞ്ചിൻ്റെ യൂണിയൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ആ യൂണിയൻ ഇളക്കി നമുക്ക് ആ മോട്ടർ എടുക്കാൻ സാധിക്കുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ മെയിൻ കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് നമ്മൾ സമ്പ് ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചിട്ടുണ്ട്. ഇനി കൂടെ നമുക്ക് ഈ ലൈന് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടില്ല, ഈ ഒരു എന്താ പറയുക, ഈ ചുമര് വഴിയാണ് കേട്ടോ നമ്മൾ ലൈന് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളത്. കാരണം നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു, നമുക്ക് ഇതുവഴി മാത്രമേ കയറ്റാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മൾ കൈവരിയുടെ പുറത്ത് പോയിട്ടാണ് കേട്ടോ ലൈൻ കൊണ്ട് നമ്മൾ ടാങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം സ്ഥിതിക്ക് നമ്മൾ അതേ മോട്ടർ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ പക്കയായിട്ട് കയറുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മളൊരു ചെറിയ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ.